ഹലോ, വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യലിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണേ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ പീരീഡ് ഗ്രാമം ഓർമ്മയുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കി പഠിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോവുകയാണേ. ഭക്ഷണവും മനുഷ്യരും. ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ഭക്ഷണവും മനുഷ്യരുമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞു കൂട്ടുകാരൊരു കാര്യം ചെയ്യണം. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും വേണം കേട്ടോ. അപ്പം മിസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം കാണാമല്ലോ. അപ്പോൾ ഏതാണ് ചാപ്റ്റർ? ഏതാണ്? ഭക്ഷണവും മനുഷ്യരുമാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാ പറയാനുള്ളത് നോക്കിയാലോ. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഈ ഭക്ഷണത്തിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, ഒരു ചരിത്രം ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ നോക്കിയാലോ. ഒക്ടോബർ 16. എന്താണ് ഒക്ടോബർ 16? ലോക ഭക്ഷ്യദിനത്തിനോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ എന്ത് മേള ഉണ്ടായിരുന്നു? ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ട് നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴർ വർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. ശരിയല്ലേടാ? നമ്മുടെ സ്കൂളിലൊക്കെ ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോൾ എന്ത് രസമല്ലേ. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തരലുണ്ടല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ടാവുമല്ലോ. എല്ലാം ഒരേ സാധനങ്ങളായിരിക്കുമോ? അല്ല അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റാളൊക്കെ ഇതേപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാൻ കഴിയും അല്ലേ. അപ്പോൾ ഏതൊക്കെയാടാ? പായസം, ലഡു, ഹലുവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ലഡു, ഹലുവ, കേക്ക്, മിഠായി എല്ലാം ഇഷ്ടമായിക്കോ? എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? ഒന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസങ്ങളും ഒക്കെ വാങ്ങി തന്നു. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. എന്തെല്ലാം വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഏതെല്ലാം വിഭവങ്ങളാടാ? പായസമുണ്ട്. പിന്നെന്താണ്? ലഡു ഉണ്ട് കേട്ടോ. പായസം ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? ലഡു ഉണ്ട്. പിന്നെ ഏതാണ്? ഹലുവ ഉണ്ട് അല്ലേ. ഇതിലേതാ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം എന്നൊന്ന് പറയണം കേട്ടോ. പായസമാണോ, ലഡു ആണോ, ഹലുവയാണോ എന്നൊക്കെ. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യ വിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അപ്പം എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു പട്ടിക തയ്യാറാക്കണം കേട്ടോ. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തുണ്ട്? വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അപ്പം നിങ്ങൾ സെറ്റല്ലേ? നമുക്ക് ആ ചരിത്രം എന്താ നോക്കാട്ടോ. ഭക്ഷണ സമ്പാദനം. അടുത്തെന്താണ്? ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശരിയല്ലേടാ? നമുക്ക് ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് എനർജി ഉണ്ടാവില്ല, ജീവിക്കാൻ പറ്റില്ല അല്ലേ. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും എന്താവശ്യമാണ്? ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. മറ്റു ജീവികളെ കൊന്നൊക്കെയായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇങ്ങോട്ട് നോക്കണം. മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാനിനെ എറിഞ്ഞ് വീഴ്ത്തി കൊല്ലുന്നുണ്ട് അല്ലേ. പിന്നെ അതിനെ കൊണ്ടുവരുന്നുണ്ട്, മീനിനെ പിടിക്കുന്നുണ്ട് അല്ലേ. ഇതാ വേറൊരാള് ഏതോ ഒരു ജീവിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു ചെറിയ പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭക്ഷണം എന്ത് ചെയ്തിരുന്നു? ശേഖരിച്ചിരുന്നു. പിന്നെന്താ നമുക്ക് പറയുന്നത്? വേട്ടയാടിയിരുന്നു അല്ലേ. വേട്ടയാടിയിരുന്നു. പിന്നെന്താണ്? വേട്ടയാടിയിരുന്നു. പിന്നെ വേറെന്താ ചെയ്തിരുന്നത്? മീൻപിടുത്തം ഉണ്ടായിരുന്നു അല്ലേ.
മീൻ പിടിച്ചിരുന്നു, മീൻ പിടിച്ചിരുന്നു. വേട്ടയാടിയിരുന്നു, മീൻ പിടിച്ചിരുന്നു. വേട്ടയാടലും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? കായ്കനികള്, വേരുകള്, കിഴങ്ങുകള്, പിന്നെന്താണ് മൃഗങ്ങൾ അല്ലേടാ. മൃഗങ്ങളെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ, മൃഗങ്ങള്, പിന്നെന്താണ് മീനുകൾ. മൃഗങ്ങള്, പിന്നെന്താണ് മീനുകൾ. തീയും ഭക്ഷണവും. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? തീയും ഭക്ഷണവും. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ ആദ്യ കാലത്തൊക്കെടാ ഇവര് പാകം ചെയ്യാണ്ട് ഇവർ ജസ്റ്റ് വേട്ടയാടിയിട്ട് അതിനെ അതുപോലെ തിന്നുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അടുത്തത് തീ ഉൽപാദനവും നിയന്ത്രണവും. അടുത്തത് നമ്മൾ എന്താ പറയുന്നത്? ഈ ബോക്സിലാട്ടോടെ പറയുന്നത്, ശ്രദ്ധിക്കണേ. തീ ഉൽപാദനവും പിന്നെന്താണ്? നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യൻ കണ്ടു. ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് ഇവർ മനസ്സിലാക്കി. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്താണ്? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരസുമ്പോഴോ അല്ലെങ്കിൽ ഉണങ്ങിയ പാറകൾ തമ്മിൽ ഉരയ്ക്കുമ്പോഴോ എന്തുണ്ടാകുന്നുണ്ട്? തീ ഉണ്ടാകുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ ഇവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ആദ്യം കിട്ടിയിരുന്നത് എന്ത് ചെയ്തു? അതുപോലെ തിന്നു. എന്നാൽ പിന്നത്തെ കാലം എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? തീ ഉപയോഗിക്കാൻ പഠിച്ചതോടുകൂടെ തീയിൽ വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെയും ബന്ധ മാംസമായിരിക്കും അവർ ഭക്ഷിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും എല്ലാം ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. അപ്പൊ തീയുടെ ഒരു നിയന്ത്രണം പഠിച്ചതോടുകൂടി അവർ എന്ത് ചെയ്യാൻ ആരംഭിച്ചു? ഭക്ഷണം വേവിച്ച് കഴിക്കാൻ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൻകാലത്ത് ഭക്ഷണ സമ്പാദത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അപ്പൊ എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഭക്ഷണം അന്നന്ന് പോകുന്നു, പിടിക്കുന്നു, തിന്നുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എന്നാൽ പിന്നീടുള്ള കാലത്തേക്ക് വന്നപ്പോഴത്തേനും പല പല സാഹചര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്തെല്ലാം സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെന്താണ്? വേറെന്തൊക്കെയാടാ? പിന്നെന്താണ്? രോഗങ്ങൾ അല്ലെ. രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേട്ടയാടാൻ പോകാൻ കഴിയുമോ? ഇല്ല അല്ലേ. അപ്പൊ രോഗങ്ങൾ ഉണ്ടാവും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അങ്ങനെ പല പല സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലേ. പിന്നെന്താണ്? ഇവര് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവര് സ്ഥിര താമസമാക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവര് സ്ഥിര താമസമൊക്കെ തുടങ്ങുകയാണ് ഉണ്ടായത്. ഭക്ഷ്യോൽപാദനം. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? ഭക്ഷ്യ ഉൽപാദനം. കാലക്രമേണ മനുഷ്യൻ ഭക്ഷണത്തിന് ആവശ്യമുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. അപ്പൊ ഇവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലായി ഇങ്ങനെ ഓരോ ജീവികളെയൊക്കെ ഇണക്കി വളർത്തി കഴിഞ്ഞാൽ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ഇവർക്ക് പിടികിട്ടി. മനുഷ്യരോട് ആദ്യം ഇണങ്ങുന്നതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. അപ്പൊ മനുഷ്യനോട് പെട്ടെന്ന് ഇണങ്ങുന്നതും മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്താൻ ആരംഭിച്ചതും ആരെയാണ്? നായയാണ്. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനായി മറ്റും ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പൊ എന്താ വെച്ചാൽ ആദ്യം ഇണക്കി വളർത്തിയ നായേനെയായിരുന്നു. നായ വേഗം ഇണങ്ങൂല്ലേ, മനുഷ്യരുമായിട്ട് വേഗം ഇണങ്ങും. അപ്പം വേട്ടയാടലിന് പോകുമ്പോഴും അതേപോലെ കാവലിനായിട്ട് ആരും ഉപയോഗപ്പെടുത്തി? ഈ നായകളെ ഇവര് ഇണക്കി വളർത്താൻ തുടങ്ങി. അടുത്തത് കൃഷി വ്യാപകമായതോടെ എന്താ ഉണ്ടായത്? മറ്റു മൃഗങ്ങളെയും ഇവര് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയും അതേപോലെ കൃഷിയിലെ
വളത്തിന് വേണ്ടിയൊക്കെ ഇവര് ഇണക്കി വളർത്താൻ തുടങ്ങി. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഇവര് മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതേപോലെ ആ സസ്യങ്ങൾ കൃഷിയൊക്കെ തുടങ്ങിയതോടുകൂടി ഇവര് മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വസിക്കാൻ തുടങ്ങി. പിന്നെ ഇവരുടെ ജീവിതമൊക്കെ കുറെ മാറിയില്ലേ, സ്ഥിരതാമസം തുടങ്ങി. അതേപോലെ എന്താണ് ഭക്ഷ്യ സമ്പാദനം തുടങ്ങി, സമ്പാദിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് മനുഷ്യനെത്തി. എങ്ങനെ പരിപാലിച്ചതെന്ന് വെച്ചാൽ ഇവർ മെയിനായിട്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ പുഴയുടെ തീരങ്ങളില് വെള്ളത്തിന് ലഭ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കൃഷി നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. വലിച്ചെറിഞ്ഞ ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദ്യം മനുഷ്യ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ ഇവര് എന്തോ കഴിച്ചൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അത് എറിഞ്ഞ് അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ എറിഞ്ഞ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എറിഞ്ഞതിൽ നിന്ന് പുതിയ തൈകളൊക്കെ വരുന്നത് കണ്ടിട്ടായിരിക്കാം ഇവരെന്ത് മനസ്സിലാക്കിയത്, കൃഷി ചെയ്യാമെന്ന് മനസ്സിലാക്കിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പമുള്ള ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലായി. അപ്പോൾ പാറപ്പുറത്തിട്ടാൽ എന്താ സംഭവിക്കുക, വിത്ത് എന്താ സംഭവിക്കുക, വെയിൽ കൊണ്ടൊരു സാധനം ഉണങ്ങിപ്പോയില്ലേ, വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും, ചീഞ്ഞും പോവും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് എന്താ ചെയ്യുന്നത്, പുതിയത് മുളയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. അപ്പൊ എന്താണ്, ഭക്ഷ്യയോഗ്യമായത് മാത്രം ഇവര് നടാൻ തുടങ്ങി എന്നാ പറയുന്നത് കേട്ടോ. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയായിരുന്നു ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആദ്യകാലത്ത് ഏതൊക്കെയായിരുന്നു, ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നായിരുന്നു ആദ്യകാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുമുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന അല്ലത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പൊ ജലം വേണം അല്ലെ, വെള്ളം വേണം, നല്ല വളക്കൂറുള്ള മണ്ണും വേണം. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു. പിന്നെ ഇവരെന്താ ആരംഭിച്ചു, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങിയടാ. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇതാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതോടെ ഇവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. പിന്നെന്താണ്, വേറെന്തൊക്കെയായിരിക്കും ഇടാറുണ്ടായിരുന്നത്, വേറെന്തൊക്കെയാണ്, ഇവർ കൂട്ടം തെറ്റി പോവാതെയും അതേപോലെ അങ്ങോട്ടും അല്ലെ കൂട്ടം തെറ്റി പോവുക എന്ന പ്രശ്നങ്ങളൊക്കെ അന്ന് ഒരുപാട് ഉണ്ടായിരിക്കണം അല്ലെ. എന്താണ്, കൂട്ടത്തോടെ ഇവര് കുറച്ച് പേര് കൂടി എന്താ പറയാ വേട്ടയാടാൻ പോവുകയും അതിൽ നിന്ന് പലരും കൂട്ടം തെറ്റി പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി കാണും. ആദിമ മനുഷ്യർ സ്ഥിരതാമസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായമായിട്ടുണ്ടാവാം എന്ന് ചർച്ച ചെയ്യൂ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നദീതടങ്ങള്, നദീതടത്ത് നല്ല വെള്ളം കിട്ടും, പിന്നെന്താണ് നല്ല മണ്ണും വളക്കൂറുമുള്ള മണ്ണും, കൃഷി ചെയ്യാനുള്ള ഏറ്റവും സുഖമുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, നദീതടം എന്ന് പറയുന്നത് അല്ലെ. നദീതടത്ത് കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം, അടുത്തെന്താണ്, ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണമാണ് പറയുന്നത് കേട്ടോ. ആദിമ മനുഷ്യൻ അന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. അവരെന്താണ്, അന്ന് ഡെയിലി എന്താണോ കഴിക്കേണ്ടത് അത് മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടുകൂടി മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ശരിയല്ലേടാ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യുക, നമുക്ക് ഒരു ദിവസത്തേക്കുള്ള സാധനം മാത്രമാണോ അതിന്ന് കിട്ടുന്നത്? അല്ല, കൂടുതലായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും അതിന്ന് ലഭിക്കൂലേ. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ വസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുക, മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുക അല്ലെ. പിന്നെന്താണ്, മൃഗത്തോല്, ഈറ കൊണ്ട് നിറച്ച കുട്ട, പിന്നെന്താടാ, നമ്മുടെ ഇലകളിലൊക്കെ നമ്മുടെ വട്ടയില പോലത്തെ ഇലകളില്ലേടാ, ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ലെ. ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പിന്നെന്താണ്, മരത്തിന്റെ തോലുകൾ കേട്ടോ, മരത്തിന്റെ തോലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. മരത്തിന്റെ തോലൊക്കെ എടുത്തിട്ട് അതൊക്കെ ഭക്ഷണം പൊതിയാനൊക്കെ വേണ്ടി സെറ്റാക്കി കാണും. അടുത്തെന്താണ്, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കാട്ടോടാ. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ മണ്ണിലൊക്കെ വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ അവർക്ക് എന്ത് ചെയ്തു, സഹായകമായിട്ട് വന്നു.
വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണോ മൺകട്ട? എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യൻ മനസ്സിലാക്കി. എന്താ വെച്ചാൽ മണ്ണില് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകും, മണ്ണ് അലിഞ്ഞു പോകും അല്ലേ. എന്നാൽ ഇത് പാത്രങ്ങളായിട്ട് രൂപപ്പെടുത്തി നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ, ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിൽ വെള്ളം ശേഖരിക്കാമെന്നും വെള്ളം ചൂടാക്കാമെന്നും ഇവര് ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴിച്ച് കൈകൾ കൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചു. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഇവർ വലിയ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, മൺപാത്രത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും? മണ്ണ് അലിഞ്ഞു പോകും അല്ലേ. എന്നാൽ ഇതിനെ പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വെള്ളം ശേഖരിച്ച് വെക്കാമെന്നും വെള്ളം ചൂടാക്കാമെന്നും ഒക്കെ അവർ മനസ്സിലാക്കി. അങ്ങനെ ഇത് ആദ്യം കൈ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിൽ ഒന്നായിരുന്നു. അങ്ങനെ ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. ഇവർ ഈ നെല്ലൊക്കെ ശേഖരിക്കാൻ വേണ്ടി എന്തുണ്ടാക്കിയിരുന്നു? ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ധാന്യപുര. അടുത്തത് എന്താണ്? ധാന്യപുര. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അപ്പൊ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന സംസ്കാരമാണ് ഇത് സിന്ധു നദീ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുര. ഇവ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമത്തിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപുരയിൽ സൂക്ഷിച്ചിരുന്നു. നമ്മുടെ നാട്ടില് ധാന്യങ്ങൾ സംഭരിച്ച് വെക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലും ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ഇവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചു നോക്കൂ എന്നാ പറഞ്ഞിരുന്നു കേട്ടോ. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും എന്തെല്ലാം പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? എന്തൊക്കെ പാത്രങ്ങളാണ് ഉള്ളത്? സാധാരണ സ്റ്റീലിൻ്റെ ഉണ്ട്, അലുമിനിയം ഉണ്ട് അല്ലേ. പിന്നെ മൺപാത്രങ്ങളില്ലേടാ? ഉണ്ട് അല്ലേ. പിന്നെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൂട്ടുകാർ പറയണേ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. നെക്സ്റ്റ് അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൻകാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരിക്കുക? അല്ല, ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടുണ്ടാവണം അല്ലെ. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു എന്നാ പറയുന്നത്? ആവശ്യക്കാർക്ക് ഈ സാധനം എക്സ്ചേഞ്ച് ചെയ്തിരുന്നു അല്ലെങ്കിൽ കൈമാറ്റം നടത്തിയിരുന്നു. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവരെന്താ ചെയ്തിരുന്നത്? ഒരാളെ കയ്യിലുള്ള സാധനമായിരിക്കില്ല വേറൊരാളെ കയ്യിലുള്ളത് അല്ലേ. ഇപ്പം നമ്മൾ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് നമ്മുടെ അപ്പുവും പിന്നെ അതുപോലെ ആരാണ്? കുട്ടനും. രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക. കുട്ടൻ്റെ കയ്യിൽ എന്തുണ്ട്? കുറേ പഴങ്ങളുണ്ട്. അപ്പൂൻ്റെ കയ്യിൽ എന്തുണ്ട്? നെല്ലുണ്ട്. അപ്പോൾ അപ്പൂന് എന്ത് വേണം? പഴം വേണം. അപ്പം എന്ത് ചെയ്യും? കുട്ടൻ അപ്പൂന് പഴം കൊടുക്കും. നെല്ല് ആർക്ക് കൊടുക്കും? അപ്പൂ കുട്ടനും കൊടുക്കും. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്ത് ചെയ്തിരുന്നു? കൈമാറിയിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എവിടെയാണ് നമ്മൾ പറയുന്നത്? ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച വസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവരുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കും. ഇവർക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യും? ഇവരിങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിക്കുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്കമീനും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ വനവിഭവങ്ങളും
നിലപാടുകളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശത്തുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. അപ്പൊ വനപ്രദേശത്തുള്ളവർ എന്ത് ചെയ്യും? മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൊടുക്കും. ഇനി നമ്മുടെ കടലിന്റെ തീരത്ത് താമസിക്കുന്നവരെന്താണ്? ഉപ്പും അതേപോലെ മീനും ഒക്കെ ഇവർക്ക് ഇങ്ങോട്ടും കൊടുക്കും. സമതലങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശത്തുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കൈമാറ്റ സമ്പ്രദായം എന്താടാ? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുന്നേ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടൺ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഏത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത്? ബാർട്ടൺ. അപ്പൊ പൈസ കൊടുത്തിട്ടല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കേട്ടോ. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. സാധനങ്ങളുടെ കൈമാറ്റം എന്തിലേക്ക് നയിച്ചു? കച്ചവട ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഇപ്പൊ തന്നെ എഴുതി പോവാവേ. സാധനങ്ങളുടെ കൈമാറ്റം എന്തിലേക്ക് നയിച്ചടാ? കച്ചവടത്തിലേക്ക് നയിച്ചു. ഇവിടെ എഴുതാട്ടോ, കച്ചവടം. കച്ചവടത്തിലേക്ക് നയിച്ചു. കച്ചവടത്തിലേക്ക് നയിച്ചു. കച്ചവടത്തിലേക്ക് നയിച്ചു. പിന്നെന്താണ്? സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. അതുവഴി എന്ത് രൂപം കൊണ്ടു? ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ രൂപം കൊണ്ടു. പിന്നെന്താണ് സംഭവിച്ചത്? ചന്തകൾ രൂപം കൊണ്ടു. പിന്നെന്താണ്? ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. പിന്നെന്താണ്? ചന്തകൾ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും ഇവ ക്രമേണ നഗരങ്ങളായി. അപ്പൊ എന്താണ്? അടുത്തത് എന്ത് വരും? കച്ചവട കേന്ദ്രങ്ങൾ വരും അല്ലേ? അടുത്തെന്താണ്? കച്ചവട കേന്ദ്രങ്ങളാണ്. കച്ചവട കേന്ദ്രങ്ങൾ. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കും കേട്ടോ. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. ചന്തകൾ രൂപപ്പെട്ടു. കച്ചവട കേന്ദ്രങ്ങൾ വന്നു. പിന്നെന്താ വന്നത്? നഗരങ്ങൾ വന്നു കേട്ടോ. അപ്പൊ ഇതെന്ത് കുഞ്ഞുമക്കളൊന്ന് നോക്കി വെക്കണം കേട്ടോടാ. സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു കൊളാഷൊക്കെ നിർമ്മിച്ച് അവതരിപ്പിക്കാൻ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? നന്നായിട്ട് എൻ്റെ കുഞ്ഞുമക്കൾ പഠിക്കുക കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം? അയച്ചും കൊടുക്കണം കേട്ടോ. അപ്പൊ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.